ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരുടെ പിതാവാണ്. ആ പ്രവാചകൻ മുതൽ അവ്വൽ റുസുലായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള 10 തലമുറ അവർ ശുദ്ധമായ തൗഹീദുള്ളവരായിരുന്നു. അള്ളാഹു പഠിപ്പിച്ച മാർഗത്തിൽ അവരുടെ ശരീഅത്തനുസരിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു. അതിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, കാന ബൈന നൂഹിൻ വ ആദമ 10 ഖുറൂനൻ കുല്ലുഹും അലാ ശരീഅത്തും മിനൽ ഹഖ്. ഈ 10 തലമുറ അഥവാ ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയിലുള്ള 10 തലമുറ സത്യത്തിൻ്റെ പാതയിലായിരുന്നു. അള്ളാഹു പഠിപ്പിച്ച ആദർശത്തിലായിരുന്നു ആ സമൂഹം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രബോധനം നടക്കുന്ന കാലഘട്ടത്തിലാണ് ആ ശരീഅത്തിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു ആദർശം ജനങ്ങളിലേക്ക് എത്തിയത്. അതുമുതലാണ് ഇടയാളന്മാരെ ജനങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയത്. അള്ളാഹുവിലേക്ക് അടുക്കുവാനായി മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഒരു സമൂഹത്തിൻ്റെ തുടക്കം അതായിരുന്നു. അള്ളാഹുവിലേക്ക് അടുക്കുവാനായി മഹാന്മാരിൽ കൂടിയേ സാധ്യമാകൂ എന്നുള്ള വികല വിശ്വാസം ഈ ഒരു തലമുറയിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. ആ ഇടയാളന്മാർ ആരായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അസ്മാഉ റിജാലുൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. അത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിലുള്ള സ്വാലിഹീങ്ങളായിരുന്നു അവർ. എന്ന് വെച്ചാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളിൽപ്പെട്ട ചില പ്രമുഖരെയായിരുന്നു അവിടെയുള്ള മനുഷ്യർ ഇടയാളന്മാരായി സ്വീകരിച്ചത്. ഈ സ്വാലിഹീങ്ങളിൽ കൂടി മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ശരീഅത്തിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നത്. അത് നമുക്ക് ആ ചരിത്രങ്ങളിലൊക്കെ സൂറത്ത് നൂഹിൽ കൂടി കൃത്യമായി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പിന്നീട് വന്ന ഓരോ സമൂഹത്തിലും വിഭജനം സംഭവിച്ചത് തൗഹീദിൽ നിന്നും വ്യതിചലിച്ചു പോയി ശരീഅത്തിന് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നവർ, അഥവാ അള്ളാഹുവിനും പടപ്പുകൾക്കും ഇടയിൽ മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് ഒരു നിലപാടായി സ്വീകരിച്ചവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും എമ്പാടും നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പം എത്യോപ്യ എന്ന് പറയുന്ന പ്രദേശം, അബിസീനിയ എന്ന് അറബിയിൽ പറയുന്ന ആ രാജ്യത്ത് ചില കാഴ്ചകൾ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മ സലമത്ത് റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് പ്രവാചകരോട് സംശയം ചോദിക്കുകയാണ്. റസൂലേ, ഞാൻ അബിസീനികൾ ഇങ്ങനെ ചില കാഴ്ചകളൊക്കെ കണ്ടു. അതിനെ സംബന്ധിച്ച് പ്രവാചകൻ പറയുകയാണ്, ഉലൈക ഖൗമുൻ ഇദാ മാത ഫീഹിമുൽ അബ്ദു സ്വാലിഹ് ബനൂ അലാ ഖബ്രിഹി മസ്ജിദാ. അവരുടെ സമൂഹത്തിൽ നല്ല ഒരാൾ മരിച്ചാൽ, മോശപ്പെട്ടയാളല്ല, സമൂഹത്തിൽ സ്വാലിഹായ ഒരാൾ മരിച്ചാൽ അവരുടെ ഖബറിന്മേൽ എടുപ്പ് തുടങ്ങുമെന്നാണ്, അവിടെ മസ്ജിദ് നിർമ്മിക്കുമെന്നാണ്. അവിടെ സുജൂദ് ചെയ്യുവാനുള്ള സ്ഥലങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നേർച്ചകൾക്കും വഴിപാടുകൾക്കും അത് കേന്ദ്രമാക്കിക്കൊണ്ടായിരുന്നു അവർ അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തിയിരുന്നത് എന്ന് ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു സമൂഹത്തിൽ സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, ആ സ്വാലിഹായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ ഖബറാളിയുടെ അടുക്കൽ നമ്മുടെ കാര്യങ്ങൾ ചെന്നു പറഞ്ഞാൽ ആ ഖബറിൽ കിടക്കുന്നയാൾ അള്ളാഹുവിനോട് റെക്കമെൻഡ് പറയും, ശുപാർശ പറയും എന്നുള്ള വിശ്വാസം ഇസ്ലാമികമല്ല.
അത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ് എന്ന് കൃത്യമായി നാം പഠിച്ചവരാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ വിശ്വാസ വ്യതിയാനം എന്തായിരുന്നു? അതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അന്നഹു മതാ മാത മിൻഹും റജുലുൻ കബീറുൻ യഅതഖദൂന ഫീഹി അന്നഹു മുജാബു ദഅവതി വ മഖബൂലു ശഫാഅത്തി ഇൻദല്ലാഹി തആല. കൃത്യമാണ്. മുശ്രിക്കുകളുടെ ഇടയിൽ ഒരു മഹാൻ മരിച്ചു കഴിഞ്ഞാൽ ആ മഹാനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസം എന്താണ്? അന്നഹു മുജാബു ദഅവതി, ഈ മഹാന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. വ മഖബൂലു ശഫാഅത്തി ഇൻദല്ലാഹി തആല, അള്ളാഹുവിൻ്റെ അടുക്കൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകി നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നവരാണ് ഈ മഹാന്മാർ എന്ന് മുശ്രിക്കുകളുടെ വിശ്വാസമാണ് എന്ന് കൃത്യമായി മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇത് എത്രത്തോളം നമ്മുടെ ഇന്നത്തെ മുസ്ലിം സമുദായത്തിൽ ഈ വിശ്വാസം വന്നു പതിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ അടയാളപ്പെടുത്തലുകളാണ് നമ്മുടെ ചുറ്റുപാടും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തൗഹീദിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നതിൻ്റെ മൗലികമായ ഒരു വിഷയമെന്ന് പറയുന്നത് മരിച്ചവർ ദുനിയാവിലേക്ക് തിരിച്ചു വരും. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വ്യതിയാനം. അത് നൂഹ് നബിയുടെയും കാലഘട്ടത്തിൽ, പ്രവാചകരുടെയും കാലഘട്ടത്തിൽ, ഇന്നിൻ്റെയും കാലഘട്ടത്തിലുള്ള മൗലികമായ വ്യതിയാനം അതാണ്. മരിച്ചുപോയ മഹാന്മാർ ദുനിയാവിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് അവരുടെ ദുനിയാവിൽ ജീവിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും എന്നുള്ള വികല വിശ്വാസം അത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. നമ്മുടെ തൊട്ടടുത്ത ഒരു പ്രദേശം, ആ പ്രദേശത്തിലുള്ള ഒരു ഉത്സവമാണിന്ന്. ആ ഉത്സവത്തിന് ഗവൺമെന്റ് അവധി കൊടുത്തിരിക്കുകയാണ്. എന്താണ് ആ പ്രദേശത്തിലുള്ളവരുടെ വിശ്വാസം? 500 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ മതം പ്രബോധനം ചെയ്യുവാനായി ഒരാൾ ആ പ്രദേശത്ത് വന്നുവെന്നാണ്. നോക്കണം ആ സാമീപ്യം എത്രത്തോളം, അതിൻ്റെ ആ ഒരു സാമ്യത നാം മനസ്സിലാക്കണം. 500 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ മതം പ്രബോധനം ചെയ്യുവാനായി ഇന്ന് കൊടിയേറ്റ് നടക്കുന്ന ആ പ്രദേശത്ത് അവരുടെ സ്മരണാർത്ഥം ഇന്ന് നവംബർ 14 നവംബർ 14 മുതൽ 23 വരെ ഏകദേശം 10 ദിവസം അവിടെ ഉത്സവമാണ്. സാമ്യത നോക്കണം സഹോദരങ്ങളെ. ഇസ്ലാം മതത്തിൽ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. എവിടെയും ഉറൂസ് നടക്കുമ്പോഴേക്കും 9 ദിവസം 10 ദിവസം, ഇതെവിടെ നിന്ന് വന്നു? ഇന്ന് കൊടിയേറ്റ് നടക്കുന്ന ആ സഹോദരങ്ങളുടെ ഉത്സവം ഇന്ന് തുടങ്ങി 23-ാം തീയതി അവസാനിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത്? ഈ പ്രദേശത്ത് 500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ സാമീപ്യമുള്ള ഒരു മനുഷ്യൻ ഇവിടെ വന്നു. അതിൻ്റെ സ്മരണാർത്ഥമാണ് അവിടെ ഇന്ന് കൊടിയേറ്റ് നടക്കുന്നത്. ക്രിസ്തുരാജാവിൻ്റെ തിരുനാളെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ചില ആഘോഷങ്ങൾ വരാനുണ്ട്. എന്താണ് അതിലെ വിശ്വാസം? 500 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ വിശ്വാസമാണ് ഈ പറയുന്നത്. 500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മത പ്രബോധകരായിട്ട് ഇവിടെ വന്നു. രണ്ടിൻ്റെയും സാമ്യത നോക്കണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഒരു സംഭവമുണ്ട്. മുസ്ലിം സമുദായമേ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ റബ്ബിനെ തന്നെ സത്യം, ലതർകബുന്ന സുന്നത മൻ കാന ഖബലകും, നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ക്രിസ്ത്യാനികളുടെയും യഹൂദികളുടെയും ചര്യകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും, ഉറപ്പാണ്. ഒരു മാറ്റവുമില്ല, നിശ്ചയമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. സുനൻ തുർമുദിയിലെ 2669 നമ്പർ ഹദീസാണ്. ഇനി സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് നോക്കൂ. കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നാം മനസ്സിലാക്കിയ ഒരു വചനമാണ്. എൻ്റെ സമുദായത്തിൽപ്പെട്ടവർ ക്രൈസ്തവരെയും യഹൂദികളെയും പിൻപറ്റുക തന്നെ ചെയ്യും.
ഹത്താ ലൗ ദഖലൂ ഫീ ജുഹരി റബ്ബിൻ ലത്തബഅതുമൂഹും. അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ അതുപോലെ എൻ്റെ സമുദായത്തിലുള്ളവരും പ്രവേശിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ പ്രവാചകരുടെ പ്രവചനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത പ്രദേശത്തിലെ കൊടിയേറ്റ് എന്തൊരു കാരണത്തിനാലോ സാമ്യമായ കാരണങ്ങളാണ് നമ്മുടെ മുസ്ലിം സമുദായവും സ്വീകരിച്ചിരിക്കുന്നത്. അവിടെയാണ് വിശുദ്ധ ഖുർആന്റെ കൃത്യമായ പ്രഖ്യാപനം. സൂറത്തു അൻആം 153-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചു കൊടുത്ത ഒരു വചനം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാക്കളോട് ചൊല്ലിക്കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേർവര വരച്ചുകൊണ്ട് പ്രവാചകർ സ്വഹാബാക്കളോട് പറയുകയാണ്, ഇതാണ് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു. ഈ നേർവര നിങ്ങൾ പിൻപറ്റണം. ഇതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള വളവുകളും തിരിവുകളുമുള്ള ഈ വരകളെ നിങ്ങൾ പിൻപറ്റരുത്. ഇതാണ് എൻ്റെ നേരെ ചൊവ്വേയുള്ള മാർഗം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുസ്ലിം സമുദായത്തിന്. ജീവിതവും മരണവും സമമാണെന്ന് കാണുന്ന ഒരു വിഭാഗമാണ് ഇത്തരം ആഘോഷങ്ങൾ കൊണ്ടാടുന്നത്. അതിൽ മത വ്യത്യാസമില്ല. അത് ഹൈന്ദവ മതമായിരുന്നാലും ക്രൈസ്തവ മതമായിരുന്നാലും മുസ്ലിം സമുദായമായിരുന്നാലും അവരിൽപ്പെട്ട ചിലരുടെയൊക്കെ വിശ്വാസം എന്താണ്? മരിച്ചതിന് ശേഷമാണ് അവർക്ക് വീര്യം കൂടുക. ജീവിതവും മരണവും സമമാവുകയില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന സൂറത്തുൽ ഫാത്തിറിലെ 19 മുതലുള്ള ആയത്തൊന്ന് വായിച്ചു നോക്കൂ സഹോദരങ്ങളെ. അല്ലാഹു എത്ര ഉദാഹരണമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ. അന്ധനും കാഴ്ചയുള്ളവനും ഒന്നുപോലെ അല്ല. വലൽ ളുലുമാതു വലന്നൂർ. ഇരുളും വെളിച്ചവും ഒന്നുപോലെ അല്ല. വലൽ ളുല്ലു വലൽ ഹറൂർ. തണലും ചൂടും സമമല്ല. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറയുന്നത് നോക്കൂ, വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. ജീവിതവും മരണവും സമമല്ല. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. മരണത്തോടുകൂടി ഈ ദുനിയാവിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മൗലികമായ വിഷയമാണ് ഈ വിഷയം. നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്നും വിട പറയുന്ന ആ ഒരു ദിവസം മദീന ഇരുണ്ടുപോയതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പ്രവാചകരുടെ വഫാത്തിന്റെ ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കാനാവാതെ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. പുന്നാര റസൂലുള്ളാഹിന്റെ വഫാത്ത് ഉൾക്കൊള്ളാനാവാതെ മദീന പട്ടണം വിട്ടുപോയ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാത്തവരായി നമ്മുടെ ഇടയിൽ ആരുണ്ട്? പൊട്ടിക്കരഞ്ഞ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, പൊന്നാര നബിക്ക് മുല കൊടുത്ത ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ പൊട്ടിക്കരച്ചിൽ കണ്ട അബൂബക്കറും ഉമറും കരഞ്ഞുപോയ രംഗം. എവിടെയാ അള്ളാന്റെ റസൂലിനെ മറവ് ചെയ്യേണ്ടത്? പ്രവാചകർക്ക് ശേഷം ആരാണ് ഭരണാധികാരികളാകേണ്ടത്? അവിടെയുണ്ട് പ്രവാചകന്റെ മയ്യിത്ത്. ഒന്ന് ചോദിച്ചുകൂടെ? ഒന്ന് സ്വപ്നത്തിൽ വന്നെങ്കിലും പ്രവാചകർ ആ പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു കൊടുത്തോ? ഇല്ലല്ലോ. അവർക്കറിയാം, ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയ പ്രവാചകർക്ക് ദുനിയാവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധ്യമല്ല എന്ന് അറിയാവുന്ന പൊന്നാര സ്വഹാബാക്കളുടെ ചരിത്രമാണ് നാം ഇവിടെ കേട്ടത്. കൃത്യമായ രീതിയിൽ ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ്. ദുനിയാവിലേക്ക് തിരിച്ചു വരവ് എന്നുള്ളത് ഏർപ്പാട് ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഒരു മനുഷ്യൻ, അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകട്ടെ, ദുനിയാവിലേക്ക് ഒരു തിരിച്ചു വരവ് അസാധ്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകരുടെ വഫാത്ത് ഉൾക്കൊള്ളാനാവാതെ സ്വഹാബികൾ പൊട്ടിക്കരഞ്ഞത്. പൊന്നാര പ്രിയമകൻ ഇബ്രാഹീമിന്റെ ആ ചലനമറ്റ ശരീരം പൊന്നാര റസൂലുള്ളാന്റെ മടിയിൽ കിടത്തിക്കൊണ്ട് കരഞ്ഞ പ്രവാചകന് മനസ്സിലായി ദുനിയാവിലേക്ക് ഒരു തിരിച്ചുവരവ് മകൻ ഇബ്രാഹീമിനില്ല എന്ന് ഉൾക്കൊണ്ടത് കൊണ്ടാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹം മരിച്ചുപോയ മഹാന്മാർ ദുനിയാവിലേക്ക് തിരിച്ചു വരും, അതാണ് ഈ ചുറ്റുപാടിലും കാണുന്ന
ഈ ഉറൂസുകളും ഈ കൊടിയേറ്റുകളും നേർച്ചകളുമൊക്കെ എന്താണ് അവരുടെ വിശ്വാസം? തിരിച്ചു വരും, നമ്മുടെ കാര്യങ്ങൾക്ക് സാധ്യമാകും, നമ്മുടെ കാര്യങ്ങൾ അവർ പരിഹരിച്ചു തരും, അവർ കുതിരപ്പുറത്ത് കയറി വരും, അവർ പച്ച പുതപ്പ് ധരിച്ചുകൊണ്ടായിരിക്കും വരിക. ഇത് എല്ലാ മതങ്ങളിലുമുള്ള ഒരു വിശ്വാസത്തിന്റെ ഏകീകരണമാണ് സഹോദരങ്ങളെ. നോക്കൂ, സ്വഹീഹ് മുസ്ലിം 1877 നമ്പർ ഹദീസിൽ പഠിപ്പിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ ഒരു പാഠം വിശ്വാസികളെ. ഒരു മനുഷ്യൻ, ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ മരിച്ചു, പരലോകത്ത് അള്ളാഹുവിൻ്റെ നന്മ ലഭിച്ചു എന്ന് അയാൾക്ക് ബോധ്യമായി, സ്വർഗത്തിൻ്റെ അവകാശി എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. അങ്ങനെ ചെയ്യുന്ന ഒരാൾ ദുനിയാവിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുകയില്ല, ഇല്ല ഷഹീദ്, ഷഹീദ് ഒഴികെ. ഷഹീദ് ഒഴികെ മനുഷ്യർ അഥവാ സജ്ജനങ്ങളായിട്ടുള്ള സ്വർഗം കിട്ടിയെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരാളും ദുനിയാവിലേക്ക് ഒരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്നില്ല. ഷഹീദുകൾ ആഗ്രഹിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് മരിച്ചുപോയവർ തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുമെന്നാണ്. എന്തിനാ അവർ ആഗ്രഹിക്കുന്നത്? എൻ്റെ മുരീദന്മാർ ദുനിയാവിലുണ്ട്, അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നിറവേറ്റി കൊടുക്കണം എന്നുള്ള വ്യഗ്രതയിലല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് എന്തിനെന്നറിയുമോ? അവർ തിരിച്ചു വരികയാണ്, ആഗ്രഹമാണ്. 10 പ്രാവശ്യം ദീനിന്റെ മാർഗത്തിൽ ഷഹീദാകുവാൻ അവർ ആഗ്രഹിക്കുകയാണ്. ലിമാ യറാ മിനൽ കറാമത്തി, അവരുടെ ആദരവ് കാരണം. അള്ളാഹു അവർക്ക് നൽകിയ ആ കറാമത്തുണ്ടല്ലോ, അള്ളാഹു അവരെ ആദരിച്ചതിനെ ഓർത്തുകൊണ്ട് അവർ ആഗ്രഹിക്കുമെന്നാണ്. റബ്ബേ, 10 പ്രാവശ്യം ദുനിയാവിലേക്ക് ചെന്നുകൊണ്ട് നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ ആ ആഗ്രഹം പോലും റഹ്മാനായ റബ്ബ് സാധിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നാണ്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു സംഭവം കൂടി കേട്ടു നോക്കൂ സഹോദരങ്ങളെ. സുനൻ തുർമുദിയിലെ 1071 നമ്പർ ഹദീസാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം 2 മലക്കുകൾ അവരുടെ അടുക്കൽ വരുമെന്നാണ്. മുൻകർ നക്കീർ നമുക്കറിയാം. എന്നിട്ട് ആ 2 മലക്കുകളും ആ മയ്യിത്തിനോട് ചോദിക്കുമെന്നാണ്, ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മാ കുന്തു തഖൂലു ഫീ ഹാദർ റജുൽ, ഇതാരാണിത്? ഈ കാണുന്നയാൾ ആരാണ്? പൊന്നാര റസൂലുള്ളാഹിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ മലക്കുകൾ ചോദിക്കുന്നത്. ദുനിയാവിൽ വെച്ചുകൊണ്ട് സത്യസാക്ഷ്യത്തിന് മൊഴി പറഞ്ഞ ആ സത്യവിശ്വാസിയാണെങ്കിൽ അവർ പറയുമെന്നാണ്, ഹുവ അബ്ദുല്ലാഹി വ റസൂലുഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല. ഇത് പറയുമെന്നാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, സുമ്മ യുഫ്സഹു ലഹു ഫീ ഖബ്രിഹി 70 ദിറാഅൻ ഫീ 70. ആ ഇരുണ്ട ഖബർ, ആ ചുരുങ്ങിയ ഖബർ 70 മുഴം നീളവും വീതിയുമായി, സുമ്മ യുനവ്വറു ലഹു ഫീഹി, അവിടെ പ്രകാശ പരിമിതമാകുമെന്നാണ്. പ്രകാശമുഖരിതമാകുന്ന ഒരു അന്തരീക്ഷമാണ് 70 മുഴം നീളവും വീതിയും. 70 മുഴമാണ് നീളം, 70 മുഴമാണ് വീതി. അവിടെ പ്രകാശപൂരിതമാകുന്ന ഒരു അന്തരീക്ഷമാണ്. സുമ്മ യുഖാലു ലഹു, എന്നിട്ട് ആ മലക്കുകൾ അദ്ദേഹത്തോട് പറയുമെന്നാണ്, നൗം, ഉറങ്ങിക്കൊള്ളുക. ഇത് കേൾക്കുമ്പോഴേക്കും ആ മനുഷ്യൻ പറയുമെന്നാണ്, അർജിഉ ഇലാ അഹ്ലി ഫഅഖ്ബിറഹും, എൻ്റെ കുടുംബക്കാരോട് ഞാൻ ഈ വർത്തമാനം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, എന്നെ ഒന്ന് തിരിച്ചയക്കുമോ? അള്ളാഹു എനിക്ക് നൽകിയ ഈ സന്തോഷം, ഈ അനുഭൂതി, എൻ്റെ കുടുംബക്കാരെ ഞാനൊന്ന് ദുനിയാവിലേക്ക് ഞാനൊന്ന് പറഞ്ഞു വരട്ടെയോ എന്ന് ആ മനുഷ്യൻ പറയുമ്പോഴേക്കും മലക്കുകൾ പറയുന്ന 2ാമത്തെ മറുപടി, നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക. ഈ ഹദീസിനെ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ ചില കുബുദ്ധികൾ ഇസ്ലാമിനെ തകർക്കുവാൻ, ഇസ്ലാമിൻ്റെ ഗരിമയെ ഇല്ലാതാക്കുവാൻ ചില തലേക്കെട്ടുകാർ പറയുന്നത് കണ്ടില്ലേ, ഉറൂസിന് തെളിവ്. ഉറൂസിന്റെ തെളിവേതാ? ദുനിയാവിലേക്ക് തിരിച്ചു വരുവാൻ സാധ്യമല്ല എന്ന് മലക്കുകൾ പറഞ്ഞുകൊണ്ട് ആ സ്വാലിഹീങ്ങളോട്, ആ സ്വാലിഹായ മനുഷ്യരോട്, ആ മയ്യിത്തിനോട് പറയുന്നതാണ്, നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പിള പോലെ നീ ഉറങ്ങിക്കൊള്ളുക.
നമുക്കറിയുമല്ലോ സ്വാഹിബ് യാസീൻ, വിശുദ്ധ ഖുർആനിലെ ഹബീബുൻ നജ്ജാർ എന്ന് അറിയപ്പെട്ട മഹാനായ ഒരു വലിയന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലുണ്ട്. ജനങ്ങൾ ആക്രമിച്ചു, കൊന്നുകളഞ്ഞു, ധിക്കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു ആദരിച്ചു. ഖീല ദുഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ സ്വാഹിബ് യാസീനോട് അള്ളാഹു അനുവാദം നൽകുന്ന സമയത്ത് ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, ഇതെന്റെ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ, ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, അല്ലാഹു എന്നെ ഈ ആദരിച്ച ഈ കാര്യം, റബ്ബ് എനിക്ക് പുറത്തു തന്ന ഈ കാര്യം ജീവിച്ചിരിക്കുന്ന എൻ്റെ സമൂഹം ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആര് വിലപിക്കുന്നു? സ്വാഹിബ് യാസീൻ വിലപിക്കുന്നതായി വിശുദ്ധ ഖുർആൻ. അതാണ് ഇസ്ലാം. മരിച്ചുപോയ ഒരാൾക്ക് ആഗ്രഹം പോലും ദുനിയാവിൽ വന്നുകൊണ്ട് പറയുവാനോ അത് പഠിപ്പിക്കുവാനോ അത് എത്തിക്കുവാനോ ഉള്ള കാര്യം അല്ലാഹു തആല അനുവദിക്കുന്നില്ല. ഇനി വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നോക്കൂ. ഈ ആയത്താണ് മരിച്ചുപോയവർ ദുനിയാവിലേക്ക് തിരിച്ചു വരും, അവർ നമ്മുടെ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുന്ന ഒരു പുരോഹിത വൃന്ദത്തെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിലും കാണുവാൻ സാധിക്കും. ഏതാണ് ആയത്ത്? സൂറത്തു ആലി ഇംറാൻ 3-ാം അധ്യായം 169-ാമത്തെ ആയത്ത്. വലാ തഹ്സബന്നല്ലദീന ഖുത്ലൂ ഫീ സബീലില്ലാഹി അംവാതാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായവരെ നിങ്ങൾ മരിച്ചുപോയവർ എന്ന് പറയരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എവിടെ? അല്ലാഹുവിൻ്റെ അടുക്കൽ അവർക്ക് റിസ്കുകൾ നൽകപ്പെടുന്നു. ഈ ആയത്താണ് മരിച്ചുപോയവർ ദുനിയാവിൽ വന്നുകൊണ്ട് യഥേഷ്ടം വിരഹിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനെ അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും പഠിപ്പിക്കാത്ത രീതിയിൽ പച്ചയായ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു സമൂഹത്തിനിടയിലാണ് വിശ്വാസികളെ നാം ജീവിക്കുന്നത്. ഈ ആയത്ത് ആദ്യമായി കണ്ടത് സ്വഹാബാക്കളാണല്ലോ സഹോദരങ്ങളെ. ഈ ആയത്ത് കണ്ടുകൊണ്ട് സ്വഹാബിയായ മർസൂഖ് റളിയല്ലാഹു അൻഹു, മസ്റൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ അബ്ദുല്ലാ, ഈ ആയത്ത് കൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ? അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് സംശയം തീർത്തു തന്നു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആയത്തിൻ്റെ വിശദീകരണമായി പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയുമോ? സ്വർഗത്തിൽ ഇടം പിടിച്ച മഹാന്മാരായ സച്ചരിതരായിട്ടുള്ള ആൾക്കാർ, സ്വാലിഹീങ്ങൾ, സ്വർഗത്തിൽ ഒരുപാട് അനുഭൂതികൾ, രാവും പകലും അവർ നന്മകൾ കണ്ടുകൊണ്ട്, സ്വർഗം കണ്ടുകൊണ്ട്, സ്വർഗത്തിലെ ഒരുപാട് സുഖ സന്തോഷങ്ങൾ കണ്ടുകൊണ്ട് അവർ പാറി കളിക്കുമെന്നാണ് സ്വർഗത്തിൽ. അവരുടെ സന്തോഷം കണ്ടുകൊണ്ട് റഹ്മാനായ റബ്ബ് അവരോട് ചോദിച്ചു, ഹൽ തഷ്തഹൂന ഷൈആ, ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? റബ്ബ് ചോദിച്ചു അവരോട്. സ്വർഗത്തിൽ അവർ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കണ്ടുകൊണ്ട് റഹ്മാനായ റബ്ബ് ചോദിക്കും, ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ നിങ്ങൾക്ക്? അവരെല്ലാവരും പറഞ്ഞു, എന്താണ് റബ്ബേ ഞങ്ങൾക്ക് ഇനി എന്ത് ആഗ്രഹമാണ് നിറവേറ്റുക? സ്വതന്ത്രമായി സ്വർഗത്തിൽ എവിടെയും ഇച്ഛിക്കുന്നത് പോലെ നടക്കുവാനും അത് അനുഭവിക്കുവാനുമുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ഞങ്ങൾക്ക് തന്നല്ലോ റബ്ബേ, ഇനി എന്ത് ആഗ്രഹമാണ്? ഒന്നുമില്ല റബ്ബേ. അള്ളാഹു വിട്ടില്ലെന്നാണ്. അള്ളാഹു 3 പ്രാവശ്യം ചോദിച്ചു, എന്തെങ്കിലും പറ. 3-ാമത്തെ പ്രാവശ്യം റഹ്മാനായ റബ്ബ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞുവെന്നാണ്, സ്വർഗീയ അനുഭൂതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവർ പറഞ്ഞുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലൂ യാ റബ്ബ് നുരീദു അൻ തറുദ്ദ അർവാഹനാ ഫീ അജ്സാദിനാ, ഞങ്ങൾ ഒന്ന് ദുനിയാവിലേക്ക് വിടുമോ റബ്ബേ? ഞങ്ങളോട് നിരന്തരമായി ചോദിക്കുന്നുവല്ലോ നീ, ഞങ്ങൾക്കുള്ള ഒരു ആഗ്രഹം ഒന്നുകൂടി ദുനിയാവിലേക്ക് പോയിക്കൊള്ളുവാനുള്ള അനുവാദം തരുമോ? എന്തിനാ? കുടുംബക്കാരെ ആശ്വസിപ്പിക്കാനല്ല. ഹത്താ നുഖ്തല ഫീ സബീലിക മറത്തൻ ഉഖ്റാ, ഒന്നുകൂടി ഞങ്ങൾ ദുനിയാവിൽ പോയി ഇസ്ലാമിന് വേണ്ടി വീരമൃത്യു വരിച്ചുകൊണ്ട് പരലോകത്ത് വരാൻ, സ്വർഗത്തിൽ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
എന്നിട്ട് പ്രവാചകർ പറയുകയാണ്, ഫലമ്മാ റഅ ലൈസ ലഹും ഹാജത്തുൻ തുരിക്കൂ, വേറെ ഒരാഗ്രഹവും അവർക്കില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ആ ചോദ്യം തന്നെ റബ്ബ് തആല ഉപേക്ഷിച്ചുവെന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുനാവിൽ നിന്നും സ്വഹാബികൾ കേട്ടതാണ്. സ്വഹാബികൾ കേട്ട മൊഴിയാണ്. മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ ഈ സ്വഹാബിയെ കാണുകയാണ്. യാ ജാബിർ മാലി അറാക്ക മുൻകസിറ, നീ എന്താണ് വലിയ മ്ലാനത, എന്തു പറ്റും നിനക്ക്? എല്ലാം തകർന്നതുപോലെയാണല്ലോ ജാബിറെ നിന്നെ കാണുന്നത്, എന്തു പറ്റി ജാബിറെ എന്ന് ചോദിക്കുമ്പോൾ ആ സ്വഹാബി പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങേക്കറിയുമല്ലോ എൻ്റെ വാപ്പ ഉഹുദിൽ ഷഹീദായ ആളാ, 7-8 പെൺമക്കളാ എൻ്റെ ഉപ്പയ്ക്ക്. ഒരുപാട് പ്രാരാബ്ദങ്ങളുമായിട്ടാണ് എൻ്റെ ഉപ്പ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞത്. അത് ഓർത്ത് ഞാൻ വല്ലാതെ വിഷമത്തിലാണ് റസൂലേ എന്ന് പറയുമ്പോഴേക്കും മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജാബിർ അലാ ഉബശ്ശിർക്ക്, നീ സന്തോഷിക്കൂ ജാബിറെ, ബിമാ ലഖിയല്ലാഹു ബിഹി അബാൽ, നിന്റെ പിതാവ് നിന്റെ റബ്ബിനെ കണ്ടത് എങ്ങനെയെന്നറിയുമോ? ബലാ റസൂലുള്ളാഹ് പറഞ്ഞതാ, ആ സന്തോഷ വാർത്ത ഞാനും അറിയട്ടെ. അള്ളാന്റെ റസൂൽ പറയുകയാണ്, മാ കല്ലമല്ലാഹു അഹദൻ ഖത്തുൻ ഇല്ലാ വറാ ഹിജാബ്, റഹ്മാനായ റബ്ബ് ഒരാളോടും നേരിട്ട് സംസാരിക്കുകയില്ല ഒരു മറയില്ലാതെ, മറയോടുകൂടിയായിരിക്കും എല്ലാവരോടും സംസാരിക്കുക. നിന്റെ പിതാവൊഴികെ, നിന്റെ പിതാവിനോട് ഒരു മറയുമില്ലാതെ റഹ്മാനായ റബ്ബ് സംസാരിച്ചു. അള്ളാഹു ചോദിച്ചു നിന്റെ പിതാവിനോട്, യാ അബ്ദീ തമന്ന അലയ്യ ഉതിക്, എന്താണ് ആഗ്രഹം നിനക്ക്, പറ ഞാൻ തരാം. നിന്റെ പിതാവ് പറഞ്ഞു, യാ റബ്ബ് തുഹ്യീനി ഫഅഖ്തല ഫീക സാനിയതൻ, നേരത്തെ നാം പഠിച്ചതാണ്. റബ്ബേ ഒന്നുകൂടി ദുനിയാവിലേക്ക് പറഞ്ഞു വിട്, ഞാൻ ഒന്നുകൂടി നിന്റെ ദീനിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കട്ടെ, എൻ്റെ ആഗ്രഹം ഒന്ന് നിറവേറ്റുതാ റബ്ബേ. ഖാല റബ്ബ് തബാറക വതആല, റഹ്മാനായ റബ്ബ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നഹു ഖദ് സബഖ മിന്നി അന്നഹും ഇലൈഹാ ലാ യുർജഊൻ, അത് നടക്കൂല, അത് മാത്രം നടക്കൂല, അത് ഞാൻ രേഖപ്പെടുത്തി, ഞാനത് എത്രയോ മുന്നേ രേഖപ്പെടുത്തിയതാണ്. പരലോകത്തേക്ക് വരുന്ന ഒരാൾക്ക് ദുനിയാവിലേക്ക് ഒരു മടക്കമില്ല എന്ന് എൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ്, അതിന് ഒരു മാറ്റവുമില്ല. അങ്ങനെയാണ് ഈ ആയത്തിറങ്ങുന്നത്. ഏതായത്ത്? വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതും ബൽ അഹ്യാഉം ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഈ ആയത്ത് അങ്ങനെ ഇറങ്ങുന്നതാണ്. അഥവാ മരിച്ചുപോയവർക്ക് ദുനിയാവിലേക്കൊരു മടങ്ങി വരവ് ഇല്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ആയത്തിനെ എടുത്തു വെച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഈ പുരോഹിതന്മാർ എന്താ പറയുക സഹോദരങ്ങളെ? ഈ ആയത്തിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയുന്നത്, അവർ തിരിച്ചു വരും, ഹാളിറു ഹാളിറു, ഞങ്ങളെ മജ്ലിസിൽ ഹാളിറു. അങ്ങനെയാണ് ഇവരുടെ വികല വിശ്വാസം. ഇപ്പൊ കഴിഞ്ഞ ദിവസവും നാം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു പുരോഹിതൻ, ഷിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും ഒക്കെ ഒരു ഏജന്റായ ഒരു പുരോഹിതൻ പറയുക, ഞാൻ ഇന്ന ഒരു ഖബർ സിയാറത്ത് ചെയ്തു, അവിടെ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് തന്നെ വിളിച്ചു, എനിക്ക് ഉത്തരം കിട്ടി. നഊദു ബില്ലാഹ്. അള്ളാഹ് പഠിപ്പിച്ചതിനെ ഘടകവിരുദ്ധമായി ഈ പുരോഹിത വൃന്ദം ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഈ വിഷയത്തിൽ ആമുഖമായി പറഞ്ഞുവല്ലോ, തൊട്ടടുത്ത പ്രദേശത്തിൽ നടക്കുന്ന കൊടിയേറ്റും പരിസരങ്ങളിലൊക്കെ നടക്കുന്ന മറ്റൊരു ആഘോഷങ്ങളും ഈ ചന്ദനക്കുടങ്ങളുമൊക്കെ ഇതിൻ്റെ മൗലികമായ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത്, മരിച്ചുപോയവർ തിരിച്ചു വരും, നമ്മെ കാണുന്നു, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്നു, നമ്മുടെ കാര്യങ്ങൾക്കൊരു പരിഹാരം കാണുന്നു. ഇത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ് വിശ്വാസികളെ. അതാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം. കൃത്യമായ രീതിയിൽ മഹാന്മാർ പഠിപ്പിച്ചതാണ്. മുശ്രിക്കുകളിൽപ്പെട്ട വല്ല മഹാനും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേർച്ച നേരുന്നത് എന്തിനാ? പരലോകത്ത് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും,
അവർ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഒരു ഖബൂലിയത്തുണ്ട്. ഈ ഒരു വിശ്വാസമാണ് ഇന്നും നമ്മുടെ സമൂഹം നടത്തി വരുന്നത്. അതുകൊണ്ടാണ് പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്നും വിട പറയുവാൻ വേണ്ടി പോകുന്ന അവസാന സമയത്ത് പോലും ഈ സമുദായത്തോട് പറഞ്ഞ ഒരു വസിയ്യത്ത് മറന്നുപോയ ഒരു സമൂഹമാണ്. ലാ തജ്അൽ ഖബരി ഈദാ. അള്ളാന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു സഹോദരങ്ങളെ, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ഒരു ആഘോഷസ്ഥലമാക്കരുത്. ഇതാരാണ് പഠിപ്പിച്ചത്? അല്ലാഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇത് ഇത്ര വ്യക്തമായി ഇരിക്കെ ഏതെങ്കിലും ഒരു മഹാൻ, ഒരു മഹദി അവരുടെ പേരിൽ ഒരു ആഘോഷ സ്ഥലം ഉണ്ടാക്കുവാനോ അവിടെ നേർച്ച വഴിപാടുകൾ നടത്തുവാനോ അവിടെ ചന്ദനക്കുട മഹാമകം നടത്തുവാനോ അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ പഠിപ്പിച്ചിട്ടില്ല വിശ്വാസികളെ. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൻ്റെ കഷ്ണം പോലും അതിന് തെളിവായി കിട്ടുകയില്ല സഹോദരങ്ങളെ. സ്വഹീഹായ ഒരൊറ്റ ഹദീസിൽ പോലും അത്തരം ആഘോഷങ്ങൾക്ക് ഒരു ഇടവുമില്ല എന്ന് നാം മനസ്സിലാക്കുക. നെല്ലും പതിരും വേറിട്ട് പഠിച്ചുകൊണ്ട് ഈ ദീനിന്റെ വക്താക്കളായി നാം ജീവിക്കുക. അത്തരം മുത്തഖീങ്ങളിൽ റഹ്മാനായ റബ്ബ് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.